ഹായ്, ഞാൻ അമൃത. ഇപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഡിപ്രഷനുള്ള ആൾക്കാർക്ക് അത് മരിക്കണം അങ്ങനത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് കരകയറാൻ പറ്റും, നമുക്ക് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കമൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് അതിനെപ്പറ്റി സംസാരിക്കണോ വേണ്ടോ, പക്ഷേ വേണമെന്നും വേണ്ട എന്നും കമൻറ്റൊന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചാൽ എന്നെ സംസാരിച്ചേക്കാം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഞാനും ഇതേപോലൊരു സ്റ്റേജിൽ കൂടെ കടന്നു പോയ ആളാണ്. എത്ര ആൾക്കാർ ഈ വീഡിയോ കാണുന്നു, എത്ര ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നു, എത്ര ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നു എനിക്കറിയില്ല. പക്ഷേ എന്നെപ്പോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടായിരിക്കും 100%. ആദ്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നം തുടങ്ങുന്നത് കല്യാണത്തിന് മുമ്പേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്ന, എല്ലാ സോഷ്യൽ ആക്ടിവിറ്റീസിലും ഇടപെടുന്ന ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു തരത്തിലുള്ള ആളായിരുന്നു. പ്രദേശത്ത് എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാനും പങ്കെടുക്കാനും അങ്ങനെ എല്ലാവരോട് സംസാരിക്കാനായാലും ഇടപെടാനായാലും ഒക്കെ ഒരു കഴിവുള്ള ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതോടെ ആകെ അതൊരു ചുരുങ്ങിപ്പോയി. നമുക്ക് എവിടെയും പോകാനില്ല, നമുക്ക് ആളുകളോട് സംസാരിക്കാനില്ല, ജോലി ചെയ്യാൻ പറ്റും. ജോലി ഉണ്ടായിരുന്നത് കല്യാണ ശേഷം ഞാൻ റിസൈൻ ചെയ്തതാണ്, പോയി വരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഞാൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഏറ്റവും വലിയ തെറ്റാണ്, നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി എന്തെങ്കിലും അത് ഒഴിവാക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് ആർക്കായാലും, എന്നായാലും ഇവനായാലും ആർക്കായാലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കല്യാണത്തിന് മുൻപും ശേഷവും. ഞാനൊരു സെൽഫ് മെയ്ഡാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ഏജ് എത്തിക്കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ട്യൂഷൻ എടുത്തായിരുന്നു. അതിനുള്ള വരുമാനം കൊണ്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്കോളർഷിപ്പ് കിട്ടി, അതുകൊണ്ടാണ് ഡിഗ്രി ചെയ്തത്. നാടകങ്ങൾ ചെയ്യായിരുന്നു, അതിന് വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം ഞാൻ തന്നെ ചെയ്യുന്നില്ല കേട്ടോ, എൻ്റെ പാരൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനാണ് ഫീസും കാര്യങ്ങളൊക്കെ അടക്കുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റിയിരുന്നു. ബുക്സ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കല്യാണം കഴിഞ്ഞു. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവേയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണൽ സാമൂഹ്യ സർവേ ഓഫീസ് എന്ന് പറയും, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കരാറടിസ്ഥാനത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതുകൂടി ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് വരുമാനമില്ലാതെ റീചാർജ് ചെയ്യണമെങ്കിൽ വരെ എൻ്റെ ഭർത്താവിനോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു അഭിമാനമുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് അഭിമാനം ആയതുകൊണ്ട് എനിക്കത് ചോദിക്കാനും പറയാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്തായാലും ഏത് ടൈപ്പ് റിലേഷൻഷിപ്പിലായാലും അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള കാര്യം ഒരു ബേസിക്കാണ്. അങ്ങനെയല്ല, എന്നെ മനസ്സിലാക്കി എൻ്റെ പാർട്ണർ മനസ്സിലാക്കി ഞാൻ നിൽക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അതൊരു ഫ്ലോയിൽ അങ്ങ് പോവുള്ളൂ. അല്ലാത്ത പക്ഷം ഇങ്ങനെയാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇതിലേക്കുള്ള തുടക്കം അപ്പം അങ്ങനെയായി, വീട്ടിൽ തന്നെയായി. ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. ഭർത്താവ് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ 3 മാസം കൂടുമ്പോൾ 1 മാസം ലീവിന് വരുള്ളൂ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കാരണം 3 മാസം അവിടെ വർക്ക് ചെയ്ത് 1 മാസം നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാത്രം കെയർ ചെയ്യാന്ന് പറയുന്നത് നടക്കാത്ത കാര്യം. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രണയ വിവാഹം ആയതുകൊണ്ട് കൂടി എനിക്ക് കുറച്ച് കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. എന്നിങ്ങനെ സ്നേഹിക്കണം, എന്നിങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യം. അതൊക്കെ അതൊന്നും എൻ്റെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ചുള്ള ജീവിതം അല്ലാത്തതും എനിക്കൊരു മെൻ്റലായിട്ടൊരു ചെറിയൊരു പ്രശ്നം. പക്ഷേ അതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ. നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ അത് കൂടി, ഒറ്റപ്പെടൽ കൂടി, അങ്ങനെയൊക്കെ ആയി ഡെലിവറി കഴിഞ്ഞ സമയത്ത് 2 വർഷം കൂടി കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളൊക്കെ കൂടി. ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമാവുക, ആവശ്യമില്ലാതെ കരയുക, ഭയങ്കര ദേഷ്യം കൂടി. പിന്നെന്താ, എവിടേക്കെങ്കിലും ഇറങ്ങി പോകാം, ഒറ്റയ്ക്ക് ഇങ്ങനെ നമുക്ക് ആരുമില്ലാതെ സൈലൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു പീസായിട്ടുള്ള സ്ഥലത്തേക്ക് പോവുക, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഒരു തവണ ഞാനൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഗുളിക എല്ലാം കൂടി വാരി കഴിച്ച് അത് വേറെ തരാം അങ്ങനെ ചെയ്തു. അതിനുശേഷം അയാളെ കൺസൾട്ട് ചെയ്തില്ല. പിന്നെ ഇതുപോലെയുള്ള ഓൺലൈൻ കൗൺസിലിങ്ങുകൾ ഞാൻ എടുത്തു. പക്ഷേ അവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പുറത്തുനിന്നൊരു കോഴ്സിനോ പുറത്തുനിന്നൊരു ആൾക്കോ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് നമ്മുടെ കയ്യിലാണ്, നമ്മൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യണം. കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അവർക്ക് അവരുടെ പരിധിയിൽ നിന്ന് മാത്രമേ നമ്മളടുത്ത് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പം അവർക്കത് ചെയ്ത്